വെൽക്കം ബാക്ക് ടു എ സംഭവബഹുലമായ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ ഫൈനൽ ഇയർ MBA സ്റ്റുഡൻറ്റ്. അത്ര വലിയ സംഭവമൊന്നുമല്ല, എന്നാലും കിടക്കട്ടെ ഒരു ഗുമ്മിന്. ഞാൻ പെരിന്തമണ്ണായിട്ടോ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കണം. സുബഹിക്ക് എണീറ്റാലേ ഞാൻ എത്തുള്ളൂ അവിടെ. നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് ഒന്ന് എനർജറ്റിക് ആവാൻ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ ഞാൻ പൂച്ചക്ക് ലില്ലിക്ക് കുറച്ച് ഫുഡ് കൊടുത്ത് കുട്ടികളെയൊക്കെ നോക്കി ജസ്റ്റ് നോട്ടം മാത്രം. പിന്നെ പത്രം അത് നമ്മൾ മൈൻഡ് ചെയ്യരുത്, അത് നമുക്ക് ആവശ്യമില്ലല്ലോ. പിന്നെ ആങ്ങി തൂങ്ങി പോയി മാറ്റി വന്ന് പിന്നെ ടാഗൊക്കെ ഉണ്ടോ നോക്കണം, കാരണം സീറ്റ് കൊടുക്കേണ്ടതാണല്ലോ. പിന്നെ ലിപ്സ്റ്റിക് അത് മുഖ്യം, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. പിന്നെ അനിയത്തിനൊക്കെ കുത്തിപ്പൊക്കി വിളിച്ച്, എനിക്ക് 3 അനിയത്തിമാരാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ആരെങ്കിലും ഒരാളാവും എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി തരിക. വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, കണ്ടില്ലേ പുച്ഛഭാവം. എന്നാലും നമ്മൾ വിളിക്കും. പിന്നെ അവിടെ കുറച്ച് നേരം പോസ്റ്റ് ചെയ്തിരുന്നു. എനിക്ക് എവിടെ പോകുമ്പോഴും കുറച്ച് നേരത്തെ ഇറങ്ങണം, കാരണം ഇല്ലെങ്കിൽ ഞാൻ കുറേ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടും. ബസ് കിട്ടൂലേ, ബസ് പോവുമോ, നേരം വൈകുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ നേരത്തെ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് നേരത്തെ എത്താൻ പറ്റാറുണ്ട് എല്ലായിടത്തും. ബസ് കയറി കഴിഞ്ഞാൽ പിന്നെ സൈഡ് സീറ്റ് അതെനിക്ക് നിർബന്ധമാണ്. പക്ഷേ വേറൊരു കുഴപ്പമുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡിലുള്ള വെള്ളം മുഴുവനും സൈഡിലിരിക്കുന്ന ആൾക്കാരുടെ മുഖത്താവും. പിന്നെ എന്തിനാ ഞാൻ ഈ രാവിലെ എണീറ്റ് ഇത്രയും ഒരുങ്ങിക്കെട്ടി വന്നേന്നാവും. അതുകൊണ്ട് തന്നെ മഴയുള്ള ടൈമിൽ അത്ര ഇഷ്ടമല്ലെങ്കിലും എനിക്ക് സൈഡ് സീറ്റ് നിർബന്ധമാണ്. പിന്നെ കോളേജിലെത്തി 2 ബസ് കയറണുണ്ട് എനിക്ക് കോളേജിലേക്ക്. മഴ എത്തി ദിപ്പ പെയ്യും എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം നടന്ന് കോളേജിൽ കയറി. അല്ലെങ്കിൽ പിന്നെ നനഞ്ഞ് കുളിച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. ഞാൻ ചെന്ന് കയറിയതും മഴ ചെറുതായിട്ട് തുടങ്ങി, എന്നാലും കുഴപ്പമില്ല. പിന്നെ മഴ നനയാണ്ട് കോളേജിലെത്താൻ പറ്റി. എനിക്ക് എത്തിക്കഴിഞ്ഞ് പിന്നെ മഴയൊക്കെ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങി കേട്ടോ. കോളേജിലെത്തി മഴ പെയ്യുന്ന കാണാൻ നല്ല രസമാണ്, കാരണം അവിടെ കുറച്ച് കാണാൻ അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇത് പിന്നെ എൻ്റെ സ്ഥിരം സ്നാപ്പ് സ്പോട്ടാണ്. എപ്പോഴും ഞാൻ സ്നാപ്പ് ഇടും ഇവിടുന്ന്. പിന്നെ ക്ലാസ്സിൽ ഞാനാണ് മിക്ക ദിവസങ്ങളിലും ഫസ്റ്റ് എത്താറ്, കാരണം നേരത്തെ എത്താറുണ്ട്. പിന്നെ പിന്നെ ഭയങ്കര മഴയും ഇടിയില്ല, മഴയും കാറ്റും, നല്ല മഴയും കാറ്റുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിപ്പോൾ കോളേജിൽ വരുന്ന തന്നെ മെയിനായിട്ട് പ്രൊജക്റ്റ് ചെയ്യാനാണ്. ക്ലാസ്സുകളൊന്നും നടക്കണില്ല, കാരണം ഫൈനൽ ഇയർ ആയല്ലോ. ഞങ്ങൾക്ക് ക്ലാസ്സിനേക്കാൾ കൂടുതൽ ഞങ്ങൾ പ്രൊജക്റ്റിനാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെത് ഓൾമോസ്റ്റ് കഴിഞ്ഞ്. പിന്നെ അവളുടെ ചെയ്യണ വെറുതെ നോക്കിയിരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ ബോറടിക്കാൻ തുടങ്ങി. അവളെയും കുത്തിപ്പൊക്കി ഞങ്ങൾ ക്യാൻറ്റീനിലോട്ട് പോയി. അവിടെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ പോയി. എന്തോ ഭാഗ്യത്തിന് കട്ട്ലറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ കുറേ നുണയൊക്കെ പറഞ്ഞിരുന്ന് അവിടെ ഇരുന്ന്. അപ്പം തന്നെ ലഞ്ച് ബ്രേക്കുമായി. ലഞ്ച് ബ്രേക്ക് ആയപ്പോഴാണ് പിന്നെ ഷോർട്സൊക്കെ എടുക്കാനുള്ളത് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. അതാണ് സത്യം. പിന്നെ ഫുഡൊക്കെ കഴിച്ചിരുന്ന് ഞങ്ങൾ കുറേ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന്. ഇത് പിന്നെ യൂഷ്വൽ നടക്കുന്ന കാര്യങ്ങളാണ് അവിടെ. എൻ്റെ കൂടെ ഉള്ളതൊക്കെ എന്താണെന്നറിയില്ല, എന്തോ ഭാഗ്യത്തിന് എല്ലാം അരവട്ടത്തികളും മുഴുവട്ടത്തികളുമാണ്. പിന്നെ ഒന്ന് വെയിൽ തെളിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കുക, കാരണം അവിടെ നല്ല സ്പോട്ടുകളുണ്ട്. ഇവിടെ എന്താ റംബൂട്ടാൻ്റെയും സപ്പോട്ടയും ലൗലോലിക്ക അങ്ങനെ കുറേ മരങ്ങളും കുറേ ചെടികൾ പൂക്കളൊക്കെ ഉള്ളുണ്ട്. അപ്പോൾ നല്ല സ്പോട്ടുണ്ട് ഞങ്ങളുടെ കോളേജിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കട്ട വെയിലായതുകൊണ്ട് തന്നെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കാരണം വെയിൽ കണ്ണിലിടിക്കുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ സ്ഥിരം ഇരിക്കുന്ന സ്ഥലത്ത് പോയിരുന്ന്. പിന്നെ അങ്ങ് തുടങ്ങി ഞങ്ങളുടെ വർത്താനം. എത്ര ടൈമായി വർത്താനം പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുകയെന്നറിയില്ല. എല്ലാവരും അവിടെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കുക. അപ്പോഴേക്ക് ഇതാ വന്ന് പറഞ്ഞ പോലെ ഇടിയും മഴയും പിന്നെയും വരാൻ തുടങ്ങി. നല്ല കാറ്റായിരുന്നു. അപ്പോഴേ പിന്നെ പന്തിയല്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, കാരണം ഇനി ഇരുന്നാൽ ഫുള്ള് നനഞ്ഞ് കുളിച്ച് ചെല്ലേണ്ടി വരും. അതുകൊണ്ട് പിന്നെ പതുക്കെ എണീറ്റ് ഞങ്ങൾ. അല്ലെങ്കിൽ പിന്നെ നനഞ്ഞ കോഴികളെപ്പോലെ ചെല്ലേണ്ടി വരും ക്ലാസ്സിലേക്കും വീട്ടിലേക്കും. അപ്പോൾ പതുക്കെ ചലിക്കാൻ തുടങ്ങി. അങ്ങനെ പോന്ന് വീണ്ടും ലാബിൽ തന്നെ പോയിരുന്ന്. ഈ ലാബിലിരുന്നാൽ ഈ ലാപ്പിക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണിന് ഭയങ്കര സ്ട്രെയിനാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളൊരു കോഫി കുടിക്കരുത്, കാരണം നല്ല മഴയല്ലേ, കോഫി കുടിക്കാമല്ലോ. ഞാനൊരു ചായ പേഴ്സൺ അല്ല, പക്ഷെ കോഫി ഇടയ്ക്ക് കുടിക്കും. പിന്നെ അവിടുന്ന് നടന്നിറങ്ങി. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഫൈനൽ ഇയർ MBA സ്റ്റുഡൻറ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ എവിടെ ഡേ ഇൻ മൈ ലൈഫ്, വെറും തീറ്റും നടത്തവും ഇരുത്തവും മാത്രമുള്ളല്ലോ. ഇതാണ് ഗൈസ് സംഭവിക്കുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ചെന്നപ്പോഴാണെങ്കിൽ ബാക്ക് ഗേറ്റ് പൂട്ടി, പിന്നെ മതിലൊക്കെ ചാടി,
മേലെ സ്റ്റെപ്പൊക്കെ ചാടി കയറിയിട്ടോ പോയത്. ഈവനിങ് കോളേജ് വിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ടാട്ടോ പോരാറുള്ളത്. കാരണം കോളേജ് കഴിയാനായില്ലേ. ബസ് കിട്ടി. ബസ് കയറി ചെന്നപ്പോൾ ഇതാ കിടക്കുന്ന അടുത്തത് അങ്ങാടിപ്പുറം ബ്ലോക്ക്. ഈ ബ്ലോക്ക് കിടന്നവർക്കറിയാം അത് എത്ര അടിപൊളി സാധനമാണ് എന്നുള്ളത്. പിന്നെ ഇതാ മഴ പിന്നെന്താ ഇതിപ്പോൾ പെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുക. എന്തോ ഭാഗ്യത്തിന് എൻ്റെ ബസ് വന്നപ്പോഴാട്ടോ പെയ്ത്. അതുകൊണ്ട് വീണ്ടും നനയാണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ അത്യാവശ്യം ലേറ്റായി ഇറങ്ങിയത് കൊണ്ട് തന്നെ വീട്ടിലെത്താനും അത്യാവശ്യം ലേറ്റായിട്ടുണ്ടായിരുന്നു. ഈ ഇരുട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു 10 മണിയായിന്ന്. പിന്നെ അനിയത്തി കാറും കൊണ്ട് വന്നതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ലാണ്ട് വീട്ടിലെത്താൻ പറ്റി. അനിയത്തിയും അഫിലും ആട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എന്നെ കൊണ്ടുവരാൻ മിക്ക ദിവസം അവനും വരാറുണ്ട്. വീട്ടിലെത്തിയപ്പോൾ വേറൊരു അനിയത്തി ബ്രോസ്റ്റ് ഉണ്ടാക്കണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ഡ്യൂട്ടി എനിക്കായിരുന്നു അഫ്ലുവിന് ഫുഡ് കൊടുക്കാൻ. അവൻ്റെ കാർട്ടൂണും ലാപ്പിൽ വെച്ച് അവന് ഫുഡ് കൊടുത്ത്. അവന് കാർട്ടൂൺ മീൻസ് എല്ലാ കാർട്ടൂണൊന്നും കാണില്ല, ജസ്റ്റ് ഈ JCB ട്രെയിൻ ഈ ഒരു ടൈപ്പ് സാധനങ്ങൾ. ഇത് കണ്ട് എനിക്ക് തന്നെ ഇപ്പം മടുക്കാൻ തുടങ്ങി. കാരണം അവന് ഡെയിലി ഫുഡ് കൊടുക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കില്ല. ഫുഡ് കൊടുക്കുമ്പോൾ മാത്രമേ കേട്ടോ അവന് കാണുള്ളൂ. അല്ലാത്ത ടൈം കാർട്ടൂൺ ആ സംഭവങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ് അവൻ്റെ ഫുഡ് അടി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കെന്തെങ്കിലും വയറ്റിലോട്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് ചോറ് കഴിച്ചില്ല. ബ്രോസ്റ്റ് ആവണുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് മിച്ചർ എടുത്തകത്താക്കി. പിന്നെ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് അനിയത്തി എന്തോ ഒരു സ്കീമിൽ ചേർന്നിട്ടുള്ളതാണ്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഞാൻ ചെന്നപ്പോഴാണ് വലിയ ബോക്സൊക്കെ, അതിലുണ്ട് കുറേ സാധനങ്ങൾ. മറ്റ് ബോച്ചയുടെ ടൂത്ത് പേസ്റ്റുകൾ, പിന്നെ സ്റ്റിഫ് ആൻഡ് ഷൈന്, ക്ലീനിങ്ങിൻ്റെ കുറേ സംഭവങ്ങൾ, സോപ്പുകൾ, കുറേ സോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫേസ് വാഷ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ സ്കീം എന്താണെന്ന് എനിക്കറിയില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവളോട് ചോദിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ പിന്നെ ഇതിലെന്തൊക്കെയൊക്കെ നോക്കിയിട്ട് അതും എടുത്ത് വെച്ച്. അപ്പോഴേക്കും അനിയത്തി നല്ല ഹോം മെയ്ഡ് ബ്രോസ്റ്റൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കഴിച്ച് നല്ല സുഖം നിദ്രയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു വോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്.